ഹായ് ഹായ് ഹായ്. ഇവിടെ എല്ലാവരും ബംഗറിൽ കയറി ഒളിച്ചിരിക്കുമൊന്നും അല്ല പറയുന്നുണ്ട് കേട്ടോ. ബസ്സൊക്കെ ഓടുന്നത് നിങ്ങൾ കാണുന്നില്ലയോ? യുദ്ധാന്തരീക്ഷത്തിൽ എല്ലാവരും ബംഗറിൽ കയറി ഒളിച്ചിരിക്കുവാണെങ്കിൽ ബസ്സൊക്കെ എങ്ങനെയാ പോകുന്നത്? ബസ്സൊന്നും പോകത്തില്ലല്ലോ. ഞാൻ ബാക്ക് ക്യാമറയും കൂടെ കാണിച്ചു തരാം. ഇപ്പം ഞാൻ റോഡ് ക്രോസ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. ഹായ് ഹായ് ഹായ്. ഞാൻ ഒരു 10 മിനിറ്റ് മുന്നേ വേറൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോഴാണ് എനിക്കൊരു ഇത് വന്നത്, എന്തായാലും നടന്നു പോവാം. അപ്പോൾ പിന്നെ ലൈവ് വീഡിയോ എടുത്തുകൊണ്ട് അങ്ങ് പോവാമെന്ന് വിചാരിച്ചു. അപ്പോൾ പറഞ്ഞു വന്ന കാര്യം, ഇപ്പോൾ ഇവിടെ ഒരു കാര്യം പറഞ്ഞാലും യുദ്ധമുണ്ട്. അതിൻ്റേതായ യുദ്ധത്തിൻ്റെതായ പ്രിക്കോഷൻസ് എല്ലാം നമ്മൾ എടുത്തിട്ടുണ്ട്. നമ്മളിവിടുത്തെ ഡിഫൻസ് സിസ്റ്റത്തിൽ അത്രയേറെ നമ്മൾ വിശ്വസിക്കുന്നത് കൊണ്ട് ഡിഫൻസ് സിസ്റ്റം നമ്മൾ അത്രത്തോളം പ്രൊട്ടക്റ്റ് ചെയ്യുമെന്ന് 100% ഉറപ്പുള്ളത് കൊണ്ടുമാണ് നമ്മൾ ഇവിടെ ഇങ്ങനെ തല ഉയർത്തിയതാ ഇങ്ങനെ റോഡിൽ ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ട് നടക്കുന്നത് കേട്ടോ. അപ്പം അങ്ങനെ പ്രത്യേകിച്ച് വലിയ ഈ പറയുന്ന ആശങ്കാജനകമായ അല്ലെങ്കിൽ ഭീതി ഉണർത്തുന്ന വലിയൊരു സാഹചര്യമൊന്നും ഇവിടെ ഇല്ല. ഇവിടുത്തെ ആൾക്കാരെല്ലാം സാധാരണ ജനജീവിതമാണ് നയിക്കുന്നത്. എല്ലാവരും ജോലിക്കൊക്കെ പോകുന്നുണ്ട്. പിന്നെ പിന്നെ ഷോപ്സും ഇവിടെ ഓപ്പൺ ആണ്. അതുപോലെ തന്നെ ബസ് സർവീസ് ആണെങ്കിലും എല്ലാം ഉണ്ട്. പിന്നെ അവിടുന്ന് ഒരു അറ്റാക്ക്, അതായത് ഇറാന്റെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ മറ്റേ എവിടുന്നെങ്കിലും ഒരു മിസൈൽ ആക്രമണം ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഫോണിൽ അലേർട്ട് ഉണ്ടാവും, സൈറൺ അടിക്കും. ആ ടൈമിൽ നമ്മൾ ബങ്കറിലേക്ക് പോകും. അവിടെ നമ്മൾ സുരക്ഷിതമായി ഇരിക്കുന്നു. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ വീണ്ടും തിരിച്ച് നമ്മുടെ വീടുകളിലേക്ക് വരുന്നു. സ്വാഭാവികമായ ജീവിതം. ഇവിടെ തെങ്ങില്ല കേട്ടോ. ഇവിടെ ഒലിവ് മരം ഒരുപാടുണ്ട്. ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഒലിവ് ഇഷ്ടംമാതിരി ഒലിവ്സ് ഉണ്ട് കേട്ടോ. ഈസ് ദിസ് ടെലവീവ്? അല്ല കേട്ടോ, നോ ഇറ്റ്സ് ജെറൂസലേം. നമസ്തേ നമസ്തേ. ഇഷ്ടംപോലെ വണ്ടികളും കാര്യങ്ങളും ഒക്കെ പോകുന്നുണ്ട്. ഇവിടെ സാധാരണ ജീവിതം ആണ് എല്ലാവരും നയിക്കുന്നത്. നിങ്ങൾ ഈ പറയുന്ന കണക്ക് എല്ലാവരും കയറി പേടിച്ച് ഒളിച്ചിരിക്കുകയോ കാര്യങ്ങളോ ഒന്നും തന്നെയല്ല കേട്ടോ. പിന്നെ തെറി ഇഷ്ടംപോലെ എനിക്ക് ചീത്തയൊക്കെ വരുന്നുണ്ട്. പിന്നെ ഇത് ജെറുസലേമിലെ അല്ലേ ടെലവീവിലെ അവസ്ഥ എന്താണെന്ന് പറയും. ടെലവീവിൽ ഇഷ്ടംമാതിരി സുഹൃത്തുക്കൾ എനിക്കുണ്ട്. അവരുമായിട്ട് ഞാൻ നിരന്തരം കോണ്ടാക്ട് ചെയ്യാറുണ്ട്. അവരൊക്കെ, അതായത് എൻ്റെ ഒരു സുഹൃത്താണ് ജിബി യോഹനൻ, നിങ്ങളൊക്കെ അറിയുന്നുണ്ടാവും. അദ്ദേഹത്തിനെ ഞാൻ വിളിച്ചു. അവിടെ എങ്ങും നിങ്ങൾ അദ്ദേഹത്തിന്റെ വീഡിയോ നോക്കിയാൽ മനസ്സിലാവും. അവിടെ എങ്ങും ഒരു കുഴപ്പമില്ല. അതായത് പിന്നെ ഒരു 300-400 അധികം വരുന്ന ബാലിസ്റ്റിക് മിസൈലുകൾ ഇസ്രയേലിന് നേരെ ഇറാൻ തൊടുത്തു വിടുമ്പോൾ അത് ഒരേ സമയം നമ്മൾ ഡിഫെൻഡ് ചെയ്യുകയും അതിനോടനുബന്ധിച്ച് നമ്മൾ തിരിച്ച് അവരെയും അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ 1-2 മിസൈൽസ് അവിടെയായിട്ട് പതിക്കുന്നതല്ലാതെ നിങ്ങൾ ഈ പറയുന്ന കണക്ക് ഇസ്രയേൽ മുഴുവൻ കത്തി നശിച്ച് ഇവിടുത്തെ ജനജീവിതം സ്തംഭിപ്പിച്ച് ആശങ്ക ഉണർത്തുന്ന പോലെ പിന്നെ ഒരാഴ്ചയായിട്ട് ഫ്രിഡ്ജിൽ വെച്ചിരിക്കുന്ന ഭക്ഷണവും കഴിച്ച് ബംഗറിനകത്ത് കയറിയിരിക്കുന്ന ആൾക്കാരൊന്നും അല്ല ഇവിടെ. ആ ഒരു സമയത്ത് നമ്മൾ ബംഗറിൽ പോകുന്നു എന്നുള്ള സത്യമാണ്. കാരണം ഇവിടുത്തെ ഗവൺമെന്റിന്റെ റൂൾസ് നമ്മൾ തീർച്ചയായിട്ടും പാലിക്കേണ്ടതുണ്ട്. നമ്മുടെ സേഫ്റ്റിയുടെ ഭാഗമായിട്ടാണ്. ഇവിടെ ബംഗറുകൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് തന്നെ നമ്മുടെ സേഫ്റ്റിയുടെ ഭാഗമായിട്ടാണ്. നമുക്ക് പ്രൊട്ടക്ഷൻ തരാൻ വേണ്ടിയിട്ടാണ് ഈ ബങ്കറുകൾ. പിന്നെ നമുക്കൊരു അലേർട്ട്, നമ്മുടെ ഫോണിൽ അലേർട്ട് വരുന്ന സമയത്ത് നമ്മൾ ബങ്കറിലേക്ക് പോകുക. നമ്മുടെ രക്ഷാ കവചം എന്ന് തന്നെ നമ്മൾ പറയും. കാരണം ഇവിടെ പതിക്കത്തില്ലെന്ന് നമുക്ക് 100% ഉറപ്പുണ്ടെങ്കിൽ പോലും ഈ പറയുന്ന ആ 1-2 എണ്ണം പലയിടത്തായിട്ട് വീഴുമ്പോൾ അതിൽ നിന്നും ഒരു പ്രൊട്ടക്ഷൻ എന്നുള്ള രീതിയിലാണ് ഈ ബങ്കറുകൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ബങ്കറിൽ പോയി ഒളിക്കുക എന്നെന്തിനാണ് പറയുന്നത്? ഇങ്ങോട്ട് 400-500 തരത്തിലുള്ള മിസൈലുകൾ നമ്മുടെ നേർക്ക് തൊടുത്തു വിടുമ്പോൾ നമ്മൾ അതിനെ പ്രൊട്ടക്ട് ചെയ്യണ്ടേ? അതിനെ ഡിഫെൻഡ് ചെയ്യണ്ടേ? അതിന് നമുക്കൊരു പ്രൊട്ടക്ഷൻ ആവശ്യമല്ലേ? നമ്മൾ ഇവിടുത്തെ ന്യൂസ് കേട്ട് കിളി പോയിരിക്കും. അങ്ങനെ നിങ്ങൾ നാട്ടിലെ മാധ്യമങ്ങൾ ചാനലൊന്നും കാണാതിരിക്കുന്നതല്ല. നിങ്ങൾ നാഷണൽ ന്യൂസുകൾ കാണുക കേട്ടോ. മലയാളികൾക്കാർക്കും പരിക്കില്ല കേട്ടോ. ബർഷബ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത്, കോമഡി ഇതിന്റെ ഇടയ്ക്കിലും, ബർഷബ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത്
സൊറോക്കോ എന്ന് പറഞ്ഞിട്ട് ഒരു ഹോസ്പിറ്റലുണ്ട്. അതിൻ്റെ ഓൾഡ് സർജിക്കൽ ബ്ലോക്കിൽ ഇന്ന് ഒരു മിസൈൽ പതിക്കണ്ടേ. 30ഓളം മിസൈൽസ് ആണ് വന്നത്. അതിൽ ഒരെണ്ണം അവിടെ പതിച്ചിട്ടുണ്ട്. 60 കാഷ്വാലിറ്റീസ് ആണ് നിലവിൽ പറഞ്ഞിരിക്കുന്നത്. വേറെ വലിയ മരണങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. ആ ബിൽഡിംഗ് ഇടിഞ്ഞ് വീണപ്പോൾ ഉണ്ടായ ഒരു നാശനഷ്ടമാണ്. ബിൽഡിങ്ങിന്റെ ഉള്ളിൽ അങ്ങനെ ആരും തന്നെ ഇല്ലായിരുന്നു. അതാണ് ഞാൻ കുറച്ച് മുന്നേ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. എങ്കിലും ഒന്നുകൂടെ പറയാം. ദൈവത്തിന്റെ അനുഗ്രഹം എന്നല്ലാതെ, അല്ലെങ്കിൽ ദൈവം ഇങ്ങനെ സംരക്ഷിച്ച് നിർത്തിയിരിക്കുന്ന ഒരു നാടെന്ന് തന്നെ നമുക്ക് പറയാം കേട്ടോ. അവിടുത്തെ ഇന്നലെ വൈകിട്ട് ഡോക്ടർമാര് ആ ഓൾഡ് ബിൽഡിങ്ങിലുള്ള കംപ്ലീറ്റ് പേഷ്യൻസിനെയും അവിടെ ഉണ്ടായിരുന്ന കുട്ടികളെ ആയാലും എല്ലാവരെയും മാറ്റി മറ്റൊരു ന്യൂ സർജിക്കൽ ബ്ലോക്കിലേക്ക് മാറ്റി. ആ ഓൾഡ് സർജിക്കൽ ബ്ലോക്കിലാണ് ഇന്ന് രാവിലെ 8:15 ഇറാന്റെ ഭാഗത്ത് നിന്നുണ്ടായ മിസൈൽ ആക്രമണത്തിൽ ഒരു മിസൈൽ വന്ന് പതിച്ചത്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് ആ ബിൽഡിങ്ങിന് നാശനഷ്ടങ്ങൾ ഉണ്ടായി. 60 പേർക്ക് കാഷ്വാലിറ്റീസ് ഉണ്ട്. പക്ഷെ അത് ഒന്നും ഹെവി കാഷ്വാലിറ്റീസ് അല്ല. അപ്പം ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇന്നലെ വൈകിട്ട് ആ ഡോക്ടേഴ്സിന് തോന്നിയതാണ് ഇവരെ ഇവിടുന്ന് മാറ്റി നിർത്തണം. അത് സത്യത്തിൽ ദൈവം, അതൊരു നമുക്ക് സയന്റിഫിക്കലി അത് നമുക്ക് പറയാൻ പറ്റത്തില്ല. എല്ലാം നമ്മൾ ശാസ്ത്രീയപരമായി ഇത് ചെയ്യണമെന്ന് പറഞ്ഞാലും ചില കാര്യങ്ങളിൽ നമുക്കൊക്കെ അതീതമായിട്ടുള്ള ഞാൻ ദൈവവിശ്വാസിയാണ്. അതുകൊണ്ട് തന്നെ ദൈവത്തിന്റെ ഇടപെടലിൽ വിശ്വസിക്കുന്ന ആളാണ്. അപ്പൊ അത് ദൈവത്തിന്റെ ശക്തിയെന്നല്ലാതെ മറ്റെന്ത് പറയാൻ, അവർക്ക് അങ്ങനെ തോന്നാനും അവരെങ്ങനെ മാറ്റി. അതുകൊണ്ട് നമുക്ക് ഇവിടുത്തെ ജൂത ജനതയുണ്ടല്ലോ, അവര് ദൈവത്തിന്റെ സംരക്ഷണത്തിലാണ് കേട്ടോ. അവർക്കൊന്നും സംഭവിക്കത്തില്ല. അവര് രക്ഷപ്പെട്ടു. തീർച്ചയായിട്ടും അവര് അവിടുന്ന് മാറ്റി വേറെ ബ്ലോക്കിലേക്ക് ആക്കിയത് കൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ഒരു അപകടമാണ് ഒഴിവായത്. അത് സത്യമായിട്ടും ദൈവത്തിന്റെ അനുഗ്രഹമാണ്. അല്ലെങ്കിൽ അവിടുത്തെ ആ ഡോക്ടേഴ്സിന് അങ്ങനെ എന്തായിരിക്കും പെട്ടെന്ന് അങ്ങനെ തോന്നിക്കാൻ കാരണം. ഓൾഡ് ബിൽഡിങ്ങിൽ നിന്ന് അതുവരെ ഇന്നലെ വൈകിട്ട് വരെ അവിടുത്തെ പേഷ്യൻസ് അവിടെ ഉണ്ടായിരുന്നു. അത്രയും പേഷ്യൻസിനെ പെട്ടെന്ന് തന്നെ അവര് അങ്ങോട്ട് മാറ്റി. ഇന്ന് രാവിലെ 8:15 അവിടെ ഒരു മിസൈൽ ആക്രമണം ഉണ്ടായി. അപ്പൊ അവിടെ മാറ്റി ഒരു പക്ഷേ ഈ അയൺ ഡോമിനെ കൊണ്ട് അയൺ ഡോമിൽ നമ്മൾ അത്രത്തോളം വിശ്വസിക്കുന്നുണ്ട്. അത്രയും പിന്നെ മിസൈൽസ് വരുന്ന സമയത്ത് ഒരുപോലെ ഇതിനെ നമ്മൾ തകർത്തുകൊണ്ടിരിക്കുന്നു. ബൈ ചാൻസിൽ 1 2 അവിടെ ആയിട്ട് വീണ് പൊട്ടുന്നു. അപ്പൊ അത് ഇന്ന് രാവിലെ ബർഷബയിലാണ് ഉണ്ടായത്. ആ ബർഷബയിൽ ഉണ്ടായ ആ ഒരു ആക്രമണത്തിലാണ് നമ്മൾ ഈ പറഞ്ഞ ബിൽഡിങ്ങിന് നേരെ അത് ഉണ്ടായത്. പക്ഷെ അവിടെ ഉണ്ടായിരുന്ന അത്രയധികം പേഷ്യൻസ് ഉണ്ട്. ഒരു ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, അത്രത്തോളം വലിയ ഒരു ഹോസ്പിറ്റലാണ്. അത്രയും ബ്ലോക്കിലുള്ള പേഷ്യൻസിനെ ഇന്നലെ വൈകിട്ട് തന്നെ അവിടുന്ന് മാറ്റി. അപ്പോൾ അവിടെ യാതൊരു കുഴപ്പവും ഇല്ലാതെ ദൈവം അനുഗ്രഹിച്ച് അവരെല്ലാവരും സുരക്ഷിതരായിരിക്കുന്നതിന്. പുറത്തുള്ള ഒരു 60 പേർക്കാണ് അത് ബിൽഡിംഗ് വീണിട്ട് ഒരു കാഷ്വാലിറ്റി ഉണ്ടത്. അതൊന്നും ആരുടെയും മരണത്തിന് ഇടയാക്കിയിട്ടില്ല ദൈവാനുഗ്രഹത്താൽ. എല്ലാവരും സേഫായിട്ടിരിക്കുന്നു കേട്ടോ. എന്തൊക്കെയോ മെസ്സേജ് വരുന്നുണ്ട്. ഞാനിങ്ങനെ സംസാരിക്കുന്നതുകൊണ്ട് എനിക്ക് ക്ലിയർ ആയില്ല. ദൈവത്തിൻ്റെ അല്ലേ? അതെ, തീർച്ചയായിട്ടും വിജയം. ദൈവം സംബന്ധിച്ച് പറഞ്ഞാതിരിക്കാൻ പറ്റത്തില്ല കേട്ടോ. ദൈവവിശ്വാസികൾ കാണും, നിരീശ്വരവാദികൾ ഉണ്ടായിരിക്കും. അതൊന്നും വെച്ചിട്ടല്ല. ദൈവം അതുപോലെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു ലാൻഡ് കേട്ടോ. സമ്മതിക്കാതിരിക്കാൻ പറ്റത്തില്ല. ഈ ഒരു കുഞ്ഞു രാജ്യത്തെയും ഇവിടുത്തെ ആ കുറഞ്ഞ പോപ്പുലേഷനുള്ള ജനതയും ദൈവം ഇങ്ങനെ കൈക്കുമ്പിളിൽ കൊണ്ട് നടക്കുന്നുണ്ട് കേട്ടോ. സമ്മതിക്കണം. നമ്മുടെ നാടാണോ അവിടെയാണോ സൂപ്പർ. അതിപ്പോ എന്തൊക്കെ പറഞ്ഞാലും മാതൃനാട് കഴിഞ്ഞിട്ടല്ലേ ഉണ്ടാവുള്ളൂ. നമുക്ക് എന്തും അവന്റെ മാതൃരാജ്യം കഴിഞ്ഞിട്ടേ ഉണ്ടാവുള്ളൂ. അങ്ങനെ ഉണ്ടാവാൻ പാടുള്ളൂ. ഇപ്പം മഹാകവി വള്ളത്തോൾ പറഞ്ഞിട്ടുണ്ട്, മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ മർത്യന്നു പെറ്റമ്മ തൻ ഭാഷ താനെന്ന്. അപ്പം പെറ്റമ്മയാണ് നമ്മുടെ പെറ്റമ്മയെ, പ്രത്യേകിച്ച് നമ്മളെ ഭാരത സംസ്കാരത്തിൽ ഉറച്ചു നിൽക്കുന്ന ആൾക്കാർ നമ്മുടെ പെറ്റമ്മയെ പോലെ കരുതേണ്ടതാണ് നമ്മുടെ മാതൃരാജ്യത്തെയും. എന്നെ സംബന്ധിച്ച് എനിക്ക് ജന്മം തരുന്ന നാടാണ്. അപ്പം മാതൃരാജ്യം പെറ്റമ്മയാണെങ്കിൽ ഇതെന്റെ പോറ്റമ്മയാണ്. അപ്പം എനിക്ക് ഒരുപോലെ ഞാൻ ചേർത്ത് നിർത്തും. സേഫാണ്. അതുകൊണ്ടാണല്ലോ ഞാൻ ലൈവ് ഇടുന്നത് കേട്ടോ. ദൈവത്തിന്റെ ജനമാണ് യഹൂദര്. അപ്പം അവരെ ദൈവം കാത്ത് പരിപാലിക്കുക തന്നെ ചെയ്യും കേട്ടോ. സൂക്ഷിക്കുക. തീർച്ചയായിട്ടും ഒരുപാട് ആൾക്കാർ
പിന്നെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, അവരുടെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഒരുപാട് പേര് വളരെ മോശം രീതിയിൽ ടാർഗറ്റ് ചെയ്തിട്ട് ചീത്ത പറയാറുണ്ട്. മോശം മേളിന്ന് പിന്നെ വെള്ളം വീഴുന്നുണ്ട്, നീ വീഡിയോ എടുക്കുവാണെങ്കിൽ സൂക്ഷിക്കണേന്ന് പറഞ്ഞിട്ടാ. തദാറബ്ബാ കഷ വെളിന്നേ ഒരു പിന്നെ വെള്ളം ചെടിക്ക് ഒഴിച്ചപ്പോൾ അവിടെ താഴെ വീണു. അപ്പം നീ വീഡിയോ എടുക്കുവാണെങ്കിൽ വെള്ളം നിന്റെ ദേഹത്ത് വീഴരുത് കേട്ടോ, നീ ഇങ്ങോട്ട് നീങ്ങി നിന്ന് വീഡിയോ എടുക്കണേന്ന് എൻ്റെ അടുത്ത് പറഞ്ഞ. നോക്കി ആ മനുഷ്യൻ ഇതുവഴി പോയാൽ മതിയായിരുന്നു. ഞാൻ വീഡിയോ എടുക്കുവാണോ എൻ്റെ ദേഹത്ത് വെള്ളം വെള്ളം വീഴുവോ ഇല്ലയോ എന്ന് ആ മനുഷ്യൻ നോക്കേണ്ട കാര്യം ഞാൻ പറയത്തില്ല. ഇവർ അത്രത്തോളം കെയർ ചെയ്യുന്ന മനുഷ്യരാണ്, ഇവര് നോക്കേണ്ടതല്ല. അപ്പൊ എന്നോട് പ്രത്യേകം പറഞ്ഞു, നീ വീഡിയോ എടുക്കുവാണെങ്കിലേ കുറച്ച് ഒതുങ്ങി നിന്നിട്ട് വീഡിയോ എടുക്കണം കേട്ടോ, അവിടെ മേടിയെന്ന് ചിലപ്പോൾ വെള്ളം നിന്റെ ദേഹത്തേക്ക് വീഴാൻ സാധ്യതയുണ്ടെന്ന്. പേടിക്കേണ്ട, അവിടേക്ക് എത്തിക്കോളും, നീ സുരക്ഷിതമായി നിന്നോ സംഗിണി. ഇതൊന്നു പറയാനേ. ഓക്കെ, കുറേ മെസ്സേജസ് വരുന്നുണ്ട്. അപ്പം എന്തൊക്കെ ചാവാൻ റെഡിയായി നിന്നോ? ഓക്കെ, ശരി കേട്ടോ, റെഡി ആയിട്ട് നിൽക്കുവാണേ. ഓക്കെ ഓക്കെ ഓക്കെ. ഞാൻ പറഞ്ഞില്ലയോ, ദൈവം അത്രയേറെ കാത്ത് സംരക്ഷിക്കുന്ന നാടാണ്. ഞാനൊരു ദൈവവിശ്വാസിയാണ്. ഈ നാടിന്റെ ഡിഫൻസ് സിസ്റ്റത്തിലും എനിക്ക് അത്രയേറെ വിശ്വാസമുണ്ട്. എനിക്കൊന്നും സംഭവിക്കില്ല. അപ്പൊ ഒരുപാട് പേര് അവരുടെ പ്രാർത്ഥനയിൽ കേട്ടോ, അത് എന്നെ ഹേറ്റേഴ്സിനോടും എനിക്ക് ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ. അതിന്റെ കാരണം ഞാൻ പറഞ്ഞുതരാം. ഒരുപാട് പേര് അവരുടെ പ്രാർത്ഥനയിൽ എന്നെ ഉൾപ്പെടുത്തുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഒത്തിരി ആൾക്കാർ ഇവിടുത്തെ ന്യൂസ് ചാനലൊന്നും ഞങ്ങൾ കാണുന്നില്ല, അഖിലയുടെ വീഡിയോസ് ഞങ്ങൾ കാണുന്നുണ്ട്, ഇവിടുത്തെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ടെന്ന് പറയുന്നു. അപ്പൊ എന്നെ ട്രസ്റ്റ് ചെയ്തിരിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്, അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. ഒത്തിരി ആളുകൾ ചീത്ത വിളിക്കുകയും എൻ്റെ വീട്ടിലെ ഉള്ളവരെ വളരെ മോശമായിട്ട് അധിക്ഷേപിക്കുകയും എനിക്ക് വേണമെങ്കിൽ എന്നെ മോശമായിട്ട് തെറി വിളിക്കുകയും എന്നെ പിന്നെ പേഴ്സണലി ഹരാസ് ചെയ്യുകയും ചെയ്യുന്ന ആൾക്കാരുടെ കമൻറ്റുകളൊക്കെ ഡിലീറ്റ് ചെയ്തിട്ട് എനിക്ക് ഇരിക്കാം. പക്ഷെ ഞാൻ ആരുടെയും അക്കൗണ്ട് ബ്ലോക്ക് ചെയ്യാറില്ല, ഞാൻ ആരുടെയും കമൻറ്റുകൾ ഡിലീറ്റ് ചെയ്യാറില്ല. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഇതൊന്നും എന്നെ ബാധിക്കത്തില്ല. ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികളിലൂടെയും ഒരുപാട് കഷ്ടതകളിലൂടെയൊക്കെ ജീവിതത്തിൽ ഇങ്ങനെ മുന്നേറി വന്ന ഒരാളാണ്. കല്ലെറിയാൻ നമുക്ക് ചുറ്റും ഒരുപാട് ആൾക്കാരുണ്ട്. തീർച്ചയായിട്ടും എന്നെ എതിർക്കുന്ന ആൾക്കാർ വലിയ വലിയ ഇഷ്ടിക കഷ്ണങ്ങൾ എൻ്റെ നേരെ എറിയണം കേട്ടോ, എന്നാലേ എനിക്ക് അതൊക്കെ ഒരു ചവിട്ട് പടിയായിട്ട് അതിലൂടെ ഇങ്ങനെ ചവിട്ടി മുന്നേറാൻ പറ്റത്തുള്ളൂ. എനിക്ക് ചെയ്തു തീർക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്നെ വിശ്വസിച്ച് നിൽക്കുന്ന എൻ്റെ ഫാമിലി ഉണ്ട്. അപ്പോൾ എനിക്ക് അവരെയൊക്കെ നോക്കേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എന്നെ ഈ കിടന്ന് തെറി വിളിച്ചെന്ന് പറഞ്ഞത് കൊണ്ടോ എൻ്റെ നേരെ കല്ല് വാരി എറിഞ്ഞത് കൊണ്ടോ അതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമില്ല. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഈ വീഡിയോ ഇടുന്നതെന്ന് പറയാൻ, എന്നെ വിശ്വസിച്ച് കുറേ ആൾക്കാർ എന്നോട് ചോദിക്കാറുണ്ട്, ഇവിടുത്തെ കാര്യങ്ങൾ അറിയണമെന്നുണ്ട്. പലതും വിശ്വസിക്കാൻ പറ്റുന്നില്ല. മറ്റേ AI പ്രചരിക്കുന്ന ഒരുപാട് വീഡിയോസ് കണ്ടിട്ട് ഞങ്ങൾ ആശങ്കപ്പെടുന്നുണ്ട്. കാരണം നമ്മുടെ ഉറ്റവരും ഉടയവരും ഒക്കെ ഇസ്രയേലിലുണ്ട്, കുറേ ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്നോട് ചോദിക്കാറുണ്ട് അവർ ഇവിടുത്തെ വീഡിയോസൊക്കെ അപ്ഡേറ്റ് ചെയ്തിടുമോന്നും. അപ്പം അവർക്ക് വേണ്ടിയാണ് ഞാൻ വീഡിയോ ഇടുന്നത്. നിങ്ങളൊക്കെ തീർച്ചയായിട്ടും എൻ്റെ വീഡിയോ കാണുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നത്. നിങ്ങൾ എന്നെ ചീത്ത വിളിച്ചാലും നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നുണ്ടല്ലോ, അതൊരു സന്തോഷമുണ്ട് കേട്ടോ എനിക്ക്. പിന്നെ പണ്ടുള്ള ആൾക്കാർ പറയത്തില്ലേ, കായ്ഫലമുള്ള മാവിലെ കല്ലെറിയുന്നു. അപ്പൊ എന്തൊക്കെയോ നല്ലത്, നമ്മൾ വെറുതെ ഒന്നുമില്ലാത്ത ഒരു മരത്തിലോ അല്ലെങ്കിൽ ഒന്നുമില്ലാത്ത തെങ്ങിലോ ആരും കയറി തേങ്ങ ഇടാൻ പോകത്തില്ല. അപ്പം എന്തെങ്കിലുമൊക്കെ എന്നിൽ നല്ല ക്വാളിറ്റീസ് ഉള്ളത് കൊണ്ടാണ് ആൾക്കാർ എന്നെ ചീത്ത വിളിക്കുന്നത് എന്ന് വിചാരിക്കുന്ന ആളാണ് ഞാൻ. ഇതൊക്കെ ഞാൻ സന്തോഷകരമായി ഏറ്റെടുക്കുന്നു കേട്ടോ. യഹൂദ സമൂഹം ലോക രംഗത്ത് ചികിത്സാ രംഗത്ത് നൽകിയ സംഭാവനകൾ അതുല്യമാണ്. അവർ നിലനിൽക്കേണ്ട എല്ലാവരുടെയും ആവശ്യമാണ്. തീർച്ചയായിട്ടും ഒന്ന് ആലോചിച്ച് നോക്കി, പോപ്പുലേഷനിൽ ഏറ്റവും കുറവുള്ള ഈ രാജ്യത്താണ് ഏറ്റവും അധികം നോബൽ സമ്മാന ജേതാക്കൾ ഉള്ളത്. ഏറ്റവും അധികം കേട്ടോ നോബൽ സമ്മാനം കിട്ടിയിരിക്കുന്നത് എവിടെയാണ്? പുറത്തിറങ്ങി നടക്കാൻ പറ്റുള്ളൂ. ഞാൻ ഇത്രയും നേരം പുറത്ത് നിന്നാ, ഇപ്പോഴും ഞാൻ പുറത്ത് നിന്നാ വീഡിയോ ചെയ്യുന്നേ, നിങ്ങൾ കാണുന്നില്ലേ? ഞാൻ പുറത്തുതാ ഞാൻ ഇതുവരെ നിങ്ങൾക്ക് ബാക്ക് ക്യാമറ ഓണാക്കി കാണിച്ചില്ലല്ലേ. പുറത്ത് തന്നെ നിന്നിട്ടാ വീഡിയോ ചെയ്യുന്നേ. ഞാൻ ഇപ്പം പോയിട്ട്
വന്നതേ ഉള്ളൂ. കണ്ടോ, ഇവിടുത്തെ സാധാരണ ജനജീവിതം സ്തംഭിച്ചു എന്നൊക്കെ പറഞ്ഞവരൊക്കെ ഒന്ന് കാണണേ ഇത്. അല്ലെ പിന്നെ താഴെ ഇറങ്ങി നോക്കിയാൽ സൂപ്പർ മാർക്കറ്റിലൂടെ കാണിച്ചത്. എന്തായാലും വന്ന സ്ഥിതിക്ക് സൂപ്പർ മാർക്കറ്റെല്ലാം അടഞ്ഞു കിടക്കുവാണ്. ഇവിടെ സാധനങ്ങളൊന്നുമില്ല, സാധനങ്ങളുടെ ഷോർട്ടേജാണ്. അവരതുകൊണ്ട് ബ്രെഡും വേറെ എന്തോ സാധനങ്ങൾ മാത്രം ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിച്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഒന്നും തിന്നാനും കുടിക്കാനും ഒന്നുമില്ല. അവിടെ യുദ്ധാന്തരീക്ഷം ആയതുകൊണ്ട് പട്ടിണിയാണ്. ഈ ഇസ്രയേൽ മുഴുവൻ തകർന്നു പോയി എന്നൊക്കെയാണ് കള്ളപ്രചരണം, വ്യാജ പ്രചരണങ്ങൾ നടക്കുന്നത്. എൻ്റെ വീടിന് തൊട്ട് താഴെയുള്ള സൂപ്പറാണ്. ഇവിടെ സാധനങ്ങൾ തിങ്ങി നിറഞ്ഞിട്ട് അവർ പുറത്തെടുത്ത് വെച്ചേക്കുക. നിങ്ങൾ കാണുന്നില്ലയോ ഇവിടെ എവിടെ സാധനങ്ങൾ തീർന്നിരിക്കുന്നത്? കണ്ടോ. എന്തായാലും വന്ന സ്ഥിതിക്ക് നിങ്ങളെ ഇവിടുത്തെ കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ ഞാൻ പരിചയപ്പെടുത്തി തരാം. എന്റർടൈൻമെന്റും കൂടെ വേണമല്ലോ. ഇത് പെയർ, ഇതിപ്പോൾ നമ്മുടെ നാട്ടിൽ ഇഷ്ടം പോലെ ഉണ്ട്. ഏതെങ്കിലും ഒരു മലയാളി ചത്താലേ നാട്ടിലുള്ളവർക്ക് ബോധ്യമാകൂന്ന് കേട്ടോ. ചേച്ചി ഏതെങ്കിലും മിലിറ്ററി സെന്ററിന്റെ അടുത്ത് പോയി നിൽക്കുന്നു. അതെ, നമ്മുടെ നാട്ടിൽ മാത്രം വരുന്ന ഒരു പ്രവണതയാണ് കേട്ടോ. ഒന്നുമില്ലെങ്കിൽ സ്വന്തം നാട്ടുകാരിയല്ലേ, അവരോട് നമുക്ക് വ്യക്തിവൈരാഗ്യം ഉണ്ടായിരിക്കും. അല്ല, വ്യക്തിവൈരാഗ്യം എന്ന് പറയാൻ നിങ്ങളെ എനിക്ക് അറിയത്തുകൂടിയില്ല. ഷിഹാസെ, നിങ്ങൾ ആരാണെന്നോ എന്താണെന്നോ എനിക്കറിയത്തില്ല. പേഴ്സണലി നിങ്ങൾക്ക് ഞാൻ ഒരു ദ്രോഹവും ചെയ്തിട്ടില്ല. എന്നിട്ടും നിങ്ങൾ എൻ്റെ മരണത്തെ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങളുടെയൊക്കെ ഒരു മനസ്സൊന്ന് ആലോചിക്കും. നമ്മൾ ആരായാലും നന്നായി കിടക്കട്ടെ, നമ്മൾ ശത്രുക്കൾക്ക് പോലും അങ്ങനെ ഒരു അവസ്ഥ വരരുതെന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ. അല്ലെ, ആരും അവരൊരാളുടെ മരണവും നമ്മൾ ആഗ്രഹിക്കത്തില്ല. ആരും മരിച്ചു കാണരുതെന്ന സത്യത്തിൽ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നു. അപ്പം സ്വന്തം നാട്ടുകാർ, കേരളത്തിലുള്ള ഒരു പെങ്കൊച്ച് അന്യദേശത്ത് പോയി നിന്ന് ജോലി എടുക്കുന്ന, അപ്പൊ അവിടുത്തെ കാര്യങ്ങൾ പറയുമ്പോൾ അവളൊന്ന് ചത്ത് കിട്ടിയാൽ മതിയായിരുന്നു, നീ എവിടെങ്കിലും പോയി നിൽക്കെന്ന് പറയുന്ന നിങ്ങളുടെയൊക്കെ ഒരു മനസ്സുണ്ടല്ലോ, സമ്മതിക്കണം കേട്ടോ. ലജ്ജാവ. പിന്നെ അടുത്തത് അമ്മ, ഞാൻ തമിഴിയൻ, യുവർ ഫാൻ, തമിഴ്നാടു കമ്പും ഗ്രാമം. താങ്ക് യു സോ മച്ച് സോഫിയ, താങ്ക് യു. കണ്ടോ, നമ്മുടെ മലയാളികൾക്ക് വിലയില്ല. കാരണം നമ്മുടെ വിലയെന്നല്ല ഞാൻ പറയുന്നത്, മലയാളികൾ ചത്തോളാനാ പറയുന്നത്. പക്ഷേ തമിഴ്നാട്ടിലുള്ള ആൾക്കാരൊക്കെ അവരുടെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തി അവരൊക്കെ നമ്മളെ അത്രത്തോളം ചേർത്ത് പിടിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു സന്തോഷമാണ് കേട്ടോ. അത്രേൻ്റെ പകുതി പോലും മലയാളികൾക്ക് നമ്മളോടൊന്നും ഇല്ലല്ലോ അല്ലേ. ഇറാൻ എന്ന് പറയുന്ന ഒരു രാജ്യത്തിന് അവിടെ നിന്ന് വരെ പോയിട്ട് പോലും ഇല്ലാത്ത ആൾക്കാരാണ് അവിടുത്തെ ആൾക്കാരുടെ, അല്ലെങ്കിൽ അവിടുത്തെ ആൾക്കാരെല്ലാം ജീവിച്ചിരിക്കണം. ഇവിടുത്തെ ആളുകളെല്ലാം, നമ്മുടെ കേരളത്തിലുള്ള എല്ലാവരും ഇസ്രയേലിൽ കിടന്ന് ചാവണം എന്നും പറഞ്ഞിട്ട് ഈ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. നല്ല മനസ്സ്. അല്ല, നിങ്ങളുടെ ആരുടെയെങ്കിലും പിന്നെ വീട്ടിലുള്ളവർക്ക് അങ്ങനെ ഒരു അവസ്ഥ വരുമ്പോഴേ നിങ്ങൾക്കതൊക്കെ മനസ്സിലാകത്തുള്ളൂ. പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ ഇതിനകത്ത് ഇതിൻ്റെ അടിയിൽ ഒരു കമന്റ് കണ്ടേ, വിഗ്രഹാരാധനയെ ശക്തമായി എതിർക്കുന്ന രാജ്യമാണ്, നിന്നെയൊക്കെ പട്ടിയുടെ വില പോലും കലിപ്പിക്കത്തില്ലെന്ന് പറയുന്നുണ്ട്. ഞാൻ എൻ്റെ വീട്ടിൽ ചെന്നിട്ടൊരു വീഡിയോ ഇടാം കേട്ടോ. നിങ്ങൾക്കറിയാം, ഞാൻ ഹൈന്ദവ സംസ്കാരത്തിൽ വിശ്വസിക്കുന്ന ഒരു പെൺകുട്ടിയാണ്. സോ ഞാൻ പ്രത്യേകിച്ച് ഞാൻ പറയുകയാണെങ്കിൽ ഞാനൊരു കൃഷ്ണ ഭക്തയാണ്. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൻ്റെ ഉള്ളിൽ ഒരു കുഞ്ഞ് കൃഷ്ണ വിഗ്രഹമുണ്ട്. അവിടെ ഞാൻ വിളക്ക് കത്തിക്കുന്നുണ്ട്. അപ്പം ഞാൻ നിൽക്കുന്ന ഫാമിലി ജൂത ഫാമിലിയാണ്. തീർച്ചയായിട്ടും അവർ വിഗ്രഹാരാധന എതിർക്കുന്ന ആൾക്കാരായിരിക്കാം. പക്ഷെ അവരെ മറ്റ് മതങ്ങളെ കയറി അത് ചെയ്യരുത് ഇത് ചെയ്യരുതെന്ന് പറയാൻ അവർ വരുന്നില്ല. എനിക്ക് അവർ പ്രത്യേക ഒരു സ്പേസ് തന്നിരിക്കുകയാണ്. അത്രയും പവിത്രമായിട്ട് ഞാൻ വിളക്ക് കത്തിച്ച് ആരാധിക്കുന്ന എൻ്റെ ഒരു കൃഷ്ണ ഭഗവാന്റെ വിഗ്രഹം എൻ്റെ കയ്യിലുണ്ട്. അത് അവിടെ വെച്ച് പ്രാർത്ഥിക്കാനായിട്ട്, വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കാനായിട്ട് എനിക്ക് അവർ പിന്നെ സ്പേസ് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ക്രിസ്ത്യൻ സമുദായത്തിൽപ്പെടുന്ന ഒരുപാട് ആളുകൾ ഈ ഇസ്രയേലിൽ ജീവിക്കുന്നുണ്ട്. അവരാരും പിന്നെ ഇപ്പം ജൂത മതത്തിലുള്ള ആൾക്കാർ ക്രിസ്ത്യൻ മതത്തിലുള്ള ആൾക്കാരെ അംഗീകരിക്കുന്നില്ലെന്നാണ് നിങ്ങളെല്ലാവരും ഇപ്പം പറയുന്നത്. ഈ ക്രിസ്ത്യൻ സമുദായത്തിലുള്ള സഹോദരങ്ങളോട് നിങ്ങൾ ചോദിച്ചാൽ മതി, അവരാരും ഇവിടെ പ്രാർത്ഥിക്കാതിരിക്കുവോ, പള്ളിയിൽ പോവാതിരിക്കുവോ, അവർ പിന്നെ ബൈബിൾ വെച്ചിട്ടും അവരുടെ ജപമാല വെച്ചിട്ടും പ്രാർത്ഥിക്കാതിരിക്കുന്നില്ല. അവരൊക്കെ അവരുടെ വീടുകളിൽ ഇതെല്ലാം പ്രാർത്ഥനയും കാര്യങ്ങളും എല്ലാം ചെയ്യുന്നുള്ളൂ. ക്രിസ്ത്യൻ സമുദായത്തിൽപ്പെട്ട ആൾക്കാർ
വിശ്വസിക്കുന്ന ജീസസ് ക്രൈസ്റ്റ് എന്ന് പറയുന്ന ജീസസ് ക്രൈസ്റ്റിനെയും അവരുടെ മാതാവിൻ്റെയും ആ തിരുരൂപങ്ങൾ വെച്ചിട്ട് മെഴുകുതിരി കത്തിച്ച് വെച്ച് അവർ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്ന ആൾക്കാരെ എനിക്കറിയാം. അതുപോലെ ഞങ്ങളുടെ ഹിന്ദു സമുദായത്തിൽപ്പെട്ട ആൾക്കാർ എല്ലാ ദിവസവും വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുന്നവരെ എനിക്കറിയാം. ഇപ്പം നമ്മൾ നിൽക്കുന്ന ഫാമിലി ഞങ്ങൾ വിഗ്രഹാരാധന എതിർക്കുന്നു, നിങ്ങൾ ഇവിടെ പ്രാർത്ഥിക്കാൻ പാടില്ലെന്ന് പറഞ്ഞൊന്നും ഇവിടെ ഒന്നും ആരും വരുന്നൊന്നുമില്ല. നിങ്ങൾ വിചാരിക്കുന്ന കണക്കൊന്നുമല്ല കേട്ടോ. ഇവരെ എല്ലാവരെയും അതിൻ്റെതായ റെസ്പെക്റ്റ് കാണുന്ന ഒരുപറ്റം ആൾക്കാരാണ് കേട്ടോ. അപ്പം നിങ്ങൾ അങ്ങനെ ഒന്നും വിചാരിച്ചിങ്ങനെ കിടന്ന് തള്ളണ്ട. ചേട്ടാ ദേ ഇപ്പം ഒരു ലൈവ് പോവാട്ടോ. ഇപ്പം ഞാനേ എന്റെ വീട്ടിന്റെ ഇവിടെ നിന്ന് ലൈവ് ചെയ്തോണ്ട് ഒരു മലയാളി ചേട്ടൻ പോയി. ചേട്ടന് യുദ്ധത്തിന്റെ എന്തെങ്കിലും പേടിയുണ്ടോ? ഇങ്ങോട്ട് വെട്ട വെയിലായതുകൊണ്ട് ചേട്ടൻ സൂപ്പറിൽ വന്നയാ. അപ്പൊ എന്റെ വീടിന്റെ അടുത്തുള്ള ഒരു ചേട്ടനാ. എന്തെങ്കിലും പേടിയുണ്ടോ ഇവിടെ ഇറങ്ങി നടക്കുവോ നമ്മള്? ഇവിടെ യുദ്ധാന്തരീക്ഷം ആയതുകൊണ്ട് എല്ലാരും ബംഗറിൽ കയറി പേടിച്ച് കഴിയുവാണ്, ഭക്ഷണം കഴിക്കുന്നില്ല. ഈ അദ്ദേഹത്തിന്റെ മുഖത്തെ ചിരി നോക്കുമ്പോ നിങ്ങൾക്ക് മനസ്സിലായി എന്തെങ്കിലും ആശങ്കയുണ്ടോ? ഈ സഹോദരന് എന്തെങ്കിലും ആശങ്കയുള്ളതായിട്ട് നിങ്ങൾ കാണുന്നുണ്ടോ? ചേട്ടന്റെ നാടെവിടെയാ? പെരുമ്പാവൂർ. പേരെങ്ങനെയായിരുന്നു? സനീഷ്. ഈ ചേട്ടന്റെ മുഖത്ത് ഈ ചിരി കാണുമ്പോ എന്തെങ്കിലും പേടിയുള്ളതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഞാൻ പറയുമ്പോ കള്ളമാണെന്ന് നിങ്ങൾ വെക്കുന്നത്. അത് പെട്ടെന്ന് ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് ഈ മനുഷ്യൻ ഇപ്പൊ എന്റെ മുമ്പിൽ പെട്ടത്. അതാ ചോദിച്ചു നോക്കും. ഇവിടെ നിങ്ങൾ വിചാരിക്കുന്നവർക്ക് വലിയ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. സൂപ്പറിൽ പോയ മനുഷ്യനെ പിടിച്ച് പെട്ടെന്ന് ഓടി വന്ന് നിർത്തിയതോ. ശരിയായിട്ട് താങ്ക് യു കേട്ടോ. അപ്പൊ ഇവിടെ ഈ പറയുന്ന കണക്ക് ഭയങ്കര വലിയ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. കണ്ടോ ആ ചേട്ടന്റെ മുഖത്ത്, എന്റെ മുഖത്ത് കാണുന്ന അതേ ചിരിയല്ലേ ആ ചേട്ടൻ. ഞാൻ ചിരിക്കുന്നത് ഫേക്കാണ്, ഞാൻ പേടിച്ചിട്ട് പുറമെ ചുമ്മാ ചിരിക്കുവാണെന്നാ പറയുന്നത്. ഇപ്പം ലൈവ് നിങ്ങൾ കണ്ടോണ്ടിരിക്കും. ആ ചേട്ടൻ ഇവിടെ ഒന്ന് ചിരിച്ചത് കണ്ടോ? ആർക്കെങ്കിലും പേടിയുണ്ടോ? നമ്മള് മലയാളികളെ കാണുമ്പോൾ നമ്മൾ ചിരിക്കും. അത് സന്തോഷമായിട്ട് നമ്മൾ ഇരിക്കുന്നു. അവിടെ അത്രയും പേടിയോ ആശങ്കയോ ഒന്നും ആർക്കും ഒന്നും ഇല്ല കേട്ടോ. ഹായ്. I stand with hope where olive trees grow, where ancient winds through desert. ഞാൻ ഒലിവ് മരം കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ. അങ്ങോട്ട് പോകണം. ഇപ്പം ഞാൻ നിൽക്കുന്ന ദിവസം അങ്ങോട്ട് പോകണം. കുഴപ്പമില്ല നോക്കട്ടെ. ഇവിടെ സത്യത്തിൽ ഇതാ ഇവിടെ കൺസ്ട്രക്ഷൻ നടക്കുമോ? ഇവിടെ നിറച്ച് കേട്ടോ. അവിടെ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുക. ഇവിടെ നിറച്ച് ഒലിവ് മരങ്ങളുണ്ടായിരുന്നു. ഈ കൺസ്ട്രക്ഷന്റെ ഭാഗമായിട്ട് അവരത് വെട്ടി. അതായത് ഇതൊക്കെ പുതിയ ബിൽഡിംഗ് കേട്ടോ, കൺസ്ട്രക്ട് ചെയ്തുകൊണ്ടിരിക്കുക അവർ. നല്ല നല്ല കമന്റുകളാണ് എനിക്ക് വരുന്നത്. എൻ്റെ സംസ്കാരം അതിന് യോജിച്ചതല്ലാത്തതുകൊണ്ട് അതേ നാണയത്തിൽ ഞാൻ തിരിച്ചു പറയുന്നില്ല. അപ്പം ഞാനും നിങ്ങളും തമ്മിൽ എന്താണ് വ്യത്യാസം? വിളിക്കൂ ചീത്ത വിളിക്കൂ. ഇതാണ് ഇവിടുത്തെ സൂപ്പർ. നിങ്ങൾ സാധനം തീർന്നു പോയി എന്ന് പറഞ്ഞ സൂപ്പർ മാർക്കറ്റുകൾ. സാധനങ്ങൾ തിങ്ങി നിറഞ്ഞിട്ട് ഇവിടെ നിൽക്കാൻ വയ്യാത്ത അവസ്ഥയാണ്. ഇവിടെ അങ്ങ് തിന്നാനുമില്ല കുടിക്കാനുമില്ല എന്നൊക്കെ പറയുന്ന സൂപ്പർ മാർക്കറ്റ്. ഞാനെന്നേ ഇടയ്ക്കൂടെ ഒന്ന് കമൻറ്റ് വായിച്ചത്. എൻ്റെ പൊന്നളിയാ, കമൻറ്റ് വായിക്കാതിരിക്കുന്നേ നല്ലത്. ഈ കുറേ ചീത്തവിളി ഇങ്ങനെ വരുന്നത് കൊണ്ടേ നല്ല കമൻറ്റുകൾ എനിക്ക് മിസ്സാവുന്നുണ്ട്. ഞാനതൊന്നും ശ്രദ്ധിക്കുന്നില്ല കേട്ടോ. അപ്പം ദയവ് ചെയ്ത് ഒരുപാട് നല്ല പോസിറ്റീവായിട്ടുള്ള കമൻറ്റ്സ് ഇടുന്ന ആളുകൾ എന്നോട് ക്ഷമിക്കുക. നിങ്ങളുടെ മെസ്സേജ് ഞാൻ ഇപ്പം എനിക്ക് കാണാൻ പറ്റുന്നില്ല കേട്ടോ. കണ്ടോ ഇവിടുത്തെ ആൾക്കാരൊക്കെ നോക്കുക. റോഡിൽ ബസ് വരെ പോകുന്നുണ്ട് കണ്ടോ. ഈ ബസ്സൊക്കെ പോകുന്നത് നിങ്ങൾ കാണുന്നില്ലയോ? സത്യം. എന്തായാലും സിസ്റ്റർ ഒരുപാട് ഭാഗ്യവതിയാണ്. ദൈവത്തിന്റെ ജനത്തിനൊപ്പം ജീവിക്കാൻ അവസരം കിട്ടിയല്ലോ. ദൈവത്തിന്റെ ജനത്തിനൊപ്പം ജീവിക്കാൻ കിട്ടിയത് മാത്രമല്ല, ഈ ഒരു നിയോഗമുള്ള ഭൂമിയിൽ ഇവിടുത്തെ ആൾക്കാരെ പരിചരിച്ച് നിൽക്കാൻ പറ്റുക എന്ന് പറയുന്നത് ഒരു വലിയ ഇതാണ്. എൻ്റെ കമൻറ്റിൽ എനിക്ക് പ്രധാനപ്പെട്ടൊരു കാര്യം പറയണ്ട കേട്ടോ. എൻ്റെ കമൻസിൽ എപ്പോഴും വരുന്നൊരു കാര്യമാണ്, നീ ജൂതൻ്റെ അത് കഴുകാൻ പോയില്ലേ, നീ ജൂതൻ്റെ ഇത് കഴുകാൻ പോയില്ലേ, നീ അങ്ങനെ ചെയ്തില്ലേ, ഇങ്ങനെ ചെയ്തില്ലേന്നും. നമ്മുടെ നാട്ടിൽ
ഞാനൊരു നഴ്സാണ്, അതുകൊണ്ട് തന്നെ ഞാൻ പറയാം, നമ്മുടെ നാട്ടില് നഴ്സിംഗ് സഹോദരങ്ങൾ അല്ലെങ്കിൽ സഹോദരങ്ങളായിട്ടുള്ള ആൾക്കാർ എന്തൊക്കെ ജോലി എടുത്തിട്ടാ ജീവിക്കുന്നത്, എന്തൊക്കെ കഷ്ടപ്പാടുകളാണെന്നറിയോ. തീർച്ചയായിട്ടും അവർക്ക് അതിനുള്ളൊരു വേദന ഒന്നുമില്ല. പകല് അവർ കഷ്ടപ്പെടുന്നുണ്ട്, രാപകല് അവർക്ക് കഷ്ടപ്പെടുന്നുണ്ട്. അവർക്ക് അതിനു പറ്റിയ ഒരു വേതനം സത്യത്തിൽ നമ്മുടെ നാട്ടിലില്ല. അപ്പൊ എന്നെ സംബന്ധിച്ച് ഞാൻ ഈ നാട്ടിലോട്ട് കയറി വരുന്നത് എനിക്ക് അതിനനുസരിച്ചിട്ടുള്ളൊരു വേതനം എനിക്ക് കിട്ടാഞ്ഞത് കൊണ്ട് തന്നെയാണ്. അപ്പം ഇവിടെ വന്നിട്ട് ഞാൻ പഠിച്ച എൻ്റെ പാഠങ്ങൾ എന്നെ പഠിപ്പിച്ചത് ഒരു മനുഷ്യനെ എങ്ങനെ സംരക്ഷിക്കാം, ഒരു മനുഷ്യന്റെ ജീവനും എങ്ങനെ നമ്മൾ സുരക്ഷ കൊടുക്കാമെന്നാണ് ഞാൻ പഠിച്ചിരിക്കുന്നത്. ഞാനത് വലിയൊരു ബ്ലെസ്സിങ് ആയിട്ടാണ് എടുക്കുന്നത്. അതിനൊരു മനസ്സ് വേണം, അങ്ങനെ ചെയ്യാനായിട്ട് ഒരു മനസ്സ് വേണം. ഇപ്പോൾ ഒരു മനുഷ്യന്റെ മൂത്രം എടുക്കുക എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറപ്പുളവാക്കുന്നതും അല്ലെങ്കിൽ നിങ്ങൾക്ക് വെറുപ്പ് തോന്നുന്നതും ഒന്നായിരിക്കും. പക്ഷേ അത് ചെയ്യാനും ആരെങ്കിലും ഒക്കെ വേണ്ടേ? അത് ചെയ്യാൻ ആരും ഇല്ലാത്തവരുടെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കിയേ. ഞാനിപ്പോൾ എൻ്റെ നാട്ടിൽ ഇപ്പം എന്തുകൊണ്ട് നീ നാട്ടിൽ ചെയ്യുന്നില്ല എന്ന് പറയാം. എനിക്ക് ജീവിക്കണം. കാര്യം പറഞ്ഞാൽ അതൊരു സോഷ്യൽ സർവീസായിട്ട് ഞാൻ ചെയ്താൽ പോലും എനിക്ക് ജീവിക്കണമെങ്കിൽ പൈസ തീർച്ചയായിട്ടും വേണം. എന്നെ വിശ്വസിച്ച് നിൽക്കുന്ന ഒരു ഫാമിലി ഉണ്ട്. സോ എൻ്റെ ഫാമിലി എനിക്ക് നോക്കണം, അതിനെ എനിക്ക് പ്രൊട്ടക്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ജോലിയിലും പൈസ മാത്രം നോക്കിയല്ല കേട്ടോ ഇവിടെ ആരും ജോലി ചെയ്യുന്നത്. നിങ്ങൾ അതുകൂടെ മനസ്സിലാക്കണം. ഇവിടെ ജോലി ചെയ്യുന്ന ഓരോ കെയർ ഗീവേഴ്സും അവർക്ക് ഇത് ചെയ്യാനുള്ളൊരു മനസ്സുണ്ടല്ലോ, ആ മനസ്സ് എല്ലാവർക്കും ഒന്നും ദൈവം കൊടുക്കത്തില്ലെന്നേ. അത് അനുഗ്രഹിക്കപ്പെട്ട കുറച്ച് ആൾക്കാർക്ക് ദൈവം കൊടുക്കുന്നത്. അതായത് ഒരു മനുഷ്യന്റെ മലമൂത്ര വിസർജനം ഒരാൾക്ക് നോക്കാൻ പറ്റുന്നെന്ന് പറയാന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര എളുപ്പയ്യോ എന്ന് പറയുമ്പം ഞാനൊക്കെ അതൊരു ബ്ലെസ്സിങ് ആയിട്ട് തന്നെ എടുക്കുന്നത്. എനിക്ക് ദൈവം അതിനൊരു മനസ്സ് തന്നിട്ടുണ്ടല്ലോ അവരെ സംരക്ഷിക്കാനുള്ള. എനിക്ക് ഒരു അറപ്പോ വെറുപ്പും കൂടാതെ അതിനെ നോക്കാനും. എൻ്റെ അമ്മയെ ഞാൻ എങ്ങനെ നോക്കുന്നു, ഇവിടെ ഞാൻ നോക്കുന്ന എൻ്റെ അമ്മയുണ്ട്, എൻ്റെ പേഷ്യൻ്റ് ഉണ്ട്. എൻ്റെ അമ്മയെ ഞാൻ എങ്ങനെയാണോ നോക്കുന്നത് അതുപോലെ തന്നെയാണ് ആ അമ്മേനെ ഞാൻ നോക്കുന്നത്. എൻ്റെ അമ്മ അങ്ങനെയാണ്. പൈസയെക്കാട്ടിലുപരി നമുക്ക് അവരോട് കുറച്ച് ഒരു സ്നേഹം, ഒരു കെയറിങ്, അതൊരു സോഷ്യൽ സർവീസ്, ആ ഒരു സംഭവം നമുക്കൊരു നിങ്ങളോടൊന്നും പറഞ്ഞിട്ടൊരു കാര്യമില്ല. നിങ്ങൾക്കത് ഭയങ്കര നിങ്ങളുടെ വീട്ടിലും ആൾക്കാരും വയസ്സിൽ നിന്ന ആൾക്കാരും ഒക്കെ ഉണ്ടാവും. അപ്പം നിങ്ങൾ അവരുടെ നേർക്ക് ഇങ്ങനെ മുഖം തിരിച്ച് കാണിക്കുമോ? അവർ ഒന്ന് മൂത്രത്തിൽ കിടക്കുന്നതാണ്, പയ്യോ ആരെങ്കിലും വന്ന് ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഇങ്ങനെ ചെയ്യുമോ? അത് ചെയ്യാനും ഒരു മനസ്സൊക്കെ വേണമെന്നേ. അപ്പം എൻ്റെ അമ്മ നോക്കിയത് ഞാൻ കണ്ടിട്ടുള്ളതാ. അപ്പം എൻ്റെ അമ്മ വയ്യാതെ നാട്ടിൽ, എൻ്റെ അമ്മ മരിച്ചുപോയി 3 വർഷങ്ങൾക്ക് മുന്നേ. അപ്പോൾ എനിക്ക് എൻ്റെ അമ്മേനെ നോക്കാൻ പറ്റിയില്ല, എനിക്ക് നാട്ടിൽ പോകാൻ പറ്റിയില്ല എൻ്റെ അമ്മ ഹോസ്പിറ്റലായിരുന്ന സമയത്ത്. എൻ്റെ ആങ്ങളെയും എൻ്റെ അച്ഛനും എൻ്റെ ആങ്ങളയുടെ വൈഫുണ്ട് അമ്മു, ആ കൊച്ചും കൂടിയാണ് എൻ്റെ അമ്മയെ പൊന്നുപോലെ നോക്കിയത്. അപ്പം എൻ്റെ അമ്മയെ എപ്പോഴും ഞാൻ ചിന്തിക്കുന്നത്, ഞാനിവിടെ നിൽക്കുന്ന പേഷ്യൻറ്റ് നോക്കുമ്പോൾ എനിക്ക് എൻ്റെ അമ്മയുടെ അവസാന സമയത്ത് എൻ്റെ അമ്മയെ നോക്കാൻ പറ്റിയില്ല. അപ്പോൾ അതിന് പകരം ഞാൻ ഈ അമ്മേനെ പൊന്നുപോലെ നോക്കണമെന്ന് വിചാരിച്ചിട്ട് ഈ മണ്ണിൽ നിന്നിട്ട് ജോലി ചെയ്യുന്നതാണ്. അപ്പോൾ എൻ്റെ കൂടെ ദൈവമുണ്ട്, അത് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ നല്ലത് മാത്രമേ എനിക്ക് സംഭവിക്കുന്നു, എനിക്ക് ഉറപ്പുണ്ട്. നിന്റെ ചിരി മാറാതെ സൂക്ഷിക്കുക, ഇസ്രയേൽ ഒരു കോപ്പുമല്ല എന്ന് ഇസ്രയേൽ തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇയാളിനി കൂടുതൽ വെളുപ്പിക്കണ്ട. ഓക്കെ ഓക്കെ പോയി ബംഗറിൽ കയറിക്കോ. ഓക്കെ, കള്ളന്മാർ. ഒരുപാട് കമൻറ്റ്. മുഹമ്മദ് 9 വയസ്സുകാരി മോളെ എന്നാ ഇന്ത്യയിലെ പ്രായമായ ആളുകളെ നോക്കടി. അല്ല, ഇന്ത്യയിൽ കെയർ ഗീവേഴ്സ് ഇല്ലേ? നിങ്ങൾ അവർ പറയാ. അത് ചോദിക്കട്ടെ. നമ്മുടെ നാട്ടിൽ പിന്നെ ഹോം കെയർ സർവീസ് പല ആളുകളും നടത്തുന്നുണ്ട്. അപ്പം ഈ പറയുന്നത് നിങ്ങളുടെ വീട്ടിലുള്ള പ്രായമായ അപ്പൻ അല്ലെങ്കിൽ അച്ഛൻ, അമ്മ അല്ലെങ്കിൽ അപ്പൂപ്പൻ, അമ്മൂമ്മ ഇവരൊക്കെ വയ്യാതാവുന്ന സമയത്ത് ഇപ്പം നിങ്ങളുടെ ഭാര്യമാർ ജോലിക്ക് പോകുന്നവരായിരിക്കും, അല്ലെന്നുണ്ടെങ്കിൽ
പിന്നെ നിങ്ങളുടെ വീട്ടിൽ അവരെ നോക്കാനായിട്ട് ആൾക്കാരില്ല, ഉടനെ നിങ്ങൾ എന്ത് കൊടുക്കും? 20,000, 25,000, 30,000 കൊടുത്ത് അവനവൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും ജീവൻ അവനവൻ അത്രയും പ്രിയപ്പെട്ടതാണ്. പക്ഷെ നിങ്ങൾക്ക് ജോലിക്ക് പോകണം. നിങ്ങൾക്ക് ജോലിക്ക് പോയെങ്കിലേ നിങ്ങളുടെ കുടുംബം കഴിയാൻ പറ്റത്തുള്ളൂ. പക്ഷെ നിങ്ങളുടെ അച്ഛനെയും അമ്മയും നോക്കിക്കൊണ്ട് നിങ്ങൾ ആ സമയത്ത് വീട്ടിലിരുന്ന് അവരെ നോക്കാൻ നിങ്ങൾക്ക് പറ്റത്തില്ലെന്ന് ഉള്ളൊരു സാഹചര്യം വരുമ്പോൾ നിങ്ങൾ ജോലിക്ക് പോകുന്നു. ആ ജോലി ചെയ്യുന്ന പൈസയുടെ ഒരു ഭാഗം എടുത്ത് നിങ്ങൾ ഏതെങ്കിലും നഴ്സിംഗ് ഹോം കെയറിൽ വിളിക്കുന്നു. അവിടുന്ന് പിന്നെ ഒരു നഴ്സ് വരുന്നു. അവർ നിങ്ങളുടെ അച്ഛനെയും അമ്മയും അതുപോലെ പരിപാലിക്കും, ശുശ്രൂഷിക്കും എന്നുറപ്പുള്ളത് കൊണ്ട് നിങ്ങൾ അവരെ ഏൽപ്പിച്ചിട്ട് പോകുന്നു. അവരവരുടെ ജോലി കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അവിടെ ഇരുന്നുകൊണ്ട് കമന്റ് ഇടുവോ? അല്ലെങ്കിൽ ആ ഒരു നഴ്സിംഗ് വരുന്ന ആളുടെ പ്രൊഫൈലിൽ കയറിയിട്ട് നീ എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും ഇത് കോരാൻ വന്നവളല്ലേടി, നീ എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ മലമൂത്ര വിസർജനം കോരാൻ വന്നവളല്ലേ എന്ന് നിങ്ങൾ ചോദിക്കുവോ? ഇല്ല. അപ്പം എന്നെ സംബന്ധിച്ച് എനിക്ക് ഒരു ഫാമിലി ഉണ്ട്. എനിക്ക് എൻ്റെതായ കാര്യങ്ങൾ ചെയ്തു തീർക്കണം. അതിന് എനിക്ക് പൈസ വേണം. സോ എനിക്ക് പൈസ വേണമെങ്കിൽ ഞാൻ ജോലിക്ക് ഇറങ്ങിയേ പറ്റത്തുള്ളൂ. എൻ്റെ ജോലിയിൽ നിന്ന് ഞാൻ പഠിച്ച പ്രൊഫഷൻ ഇതാണ്. സോ ആ ജോലിക്കായിട്ടാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. ആ ജോലി, നമ്മൾ ഏതൊരു ജോലിയിലും എത്തിക്സ് എന്ന് പറഞ്ഞിട്ടൊരു കാര്യമുണ്ട്. ശമ്പളത്തെക്കാട്ടിലുപരി എത്തിക്സും നമുക്ക് അതിനകത്ത് വേണം. അല്ല ശമ്പളം മാത്രം വാങ്ങിച്ചിട്ട് നമ്മൾ ജോലിയോട് ഒരു നന്ദികേട് കാണിക്കുന്ന ആൾക്കാരൊന്നും അല്ല ഞാൻ. എൻ്റെ വീട്ടുകാർ അങ്ങനെയല്ല പഠിപ്പിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പം ഞാൻ ചെയ്യുന്ന, എനിക്ക് പട്ടിയെ പേടിയാ, പട്ടി വരുന്നു. അപ്പം ഞാൻ ചെയ്യുന്ന ജോലിയിൽ നിന്ന് എനിക്ക് ശമ്പളവും കിട്ടുന്നുണ്ട്. എനിക്ക് ആ ജോലി ചെയ്തേ പറ്റൂ. കാരണം എനിക്ക് എൻ്റെ ഫാമിലിയെ നോക്കണ്ടേ? എൻ്റെ കുടുംബത്തെ ഞാനല്ല, അപ്പം ഞാൻ നോക്കും. അപ്പം എനിക്ക് എൻ്റെ കുടുംബത്തെ നോക്കേണ്ടതുള്ളത് കൊണ്ട് ഞാൻ ജോലിക്കാണ് ഇവിടെ വന്നിരിക്കുന്നത്. ആ ജോലിയും ഞാൻ ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, പിന്നെ ഞാൻ അതിനൊരു സോഷ്യൽ സർവീസായിട്ട് തന്നെ കാണുന്നുണ്ട്. ഞാൻ എൻ്റെ ജോലിയുടെ എത്തിക്സിൽ വിശ്വസിക്കുന്നുണ്ട്. ഞാൻ അതുപോലെ 5 വർഷമായിട്ട് ഞാൻ വന്നിറങ്ങിയ സെയിം വീട്ടിൽ തന്നെയാണ് നിൽക്കുന്നത്. ആ ഫാമിലിക്ക് എന്നെ അത്രത്തോളം വിശ്വാസവും അത്രത്തോളം സ്നേഹവും ഉണ്ട്. ഞാൻ ഇതുവരെ ജോലി മാറിയിട്ടില്ല. ഞാൻ വന്ന സെയിം പേഷ്യൻറ്റിനെ തന്നെയാണ് ഇപ്പോഴും ഞാൻ നോക്കുന്നത് 5 വർഷമായിട്ട്. അതെൻ്റെ ജോലിയോടുള്ള എത്തിക്സ് കൊണ്ടാണ് ഞാൻ ഇപ്പോഴും അവിടെ തന്നെ നിൽക്കുന്നത് കേട്ടോ. നിങ്ങൾക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. ജീവിത മൂല്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കാത്ത കുറച്ച് ആളുകൾ തെറി വിളിക്കുന്നത് കേട്ടിട്ട് എനിക്ക് എൻ്റെ കാര്യങ്ങൾ ഞാനല്ലാതെ മറ്റൊരാളും വന്നു കഴിയോ? ഒരു പ്രത്യേക വിഭാഗത്തിനെ സന്തോഷിപ്പിക്കാൻ അവരുടെ ചാരം വാങ്ങി കേരളത്തിലെ പക്ഷം പിടിച്ച് വാർത്തകൾ നിർമ്മിക്കുന്ന വൃത്തികെട്ട മാധ്യമങ്ങളാണ് സാധാരണ ആശങ്കയും ആകുലയും ഉണ്ടാക്കുന്നത്. കേരളത്തിലെ അയ്യോ വയ്യ, കുഴഞ്ഞു. വെള്ളം കുടിക്കാനൊക്കെ തോന്നുന്നുണ്ട്. ഇഷ്ടം പോലെ കമന്റുകൾ. അപ്പോൾ തീട്ടം കോരലാണ് പണി. അതെ കേട്ടോ, തീർച്ചയായിട്ടും ആണ്. അങ്ങനെ തന്നെ ഇരിക്കട്ടെ. അതിനിപ്പോൾ എന്താ കുഴപ്പം? ഹായ് അഖില, താങ്ക് യു. ഇവിടെ സർവീസ് വേണം. അവിടെ സർവീസ് ഉണ്ടല്ലോ, നമ്മുടെ നാട്ടിൽ സർവീസ് ഉണ്ട്. ഇപ്പം നമ്മുടെ നാട്ടിൽ നിന്നാൽ അതിനനുസരിച്ചിട്ടുള്ളൊരു വേതനം എനിക്ക് കിട്ടത്തില്ല. അതുകൊണ്ട് എനിക്ക് എൻ്റെ ഫാമിലി പറ്റിയ ഒരു വേതനം അവിടുന്ന് കിട്ടത്തില്ല. അതുകൊണ്ട് നമുക്ക് എല്ലാം കൂടെ